എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര സന്ദർശിച്ച വിശേഷങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നമ്മൾ മുത്തപ്പനെയൊക്കെ കണ്ടിട്ട് പറശ്ശിനിക്കടവിൽ ബോട്ടിങ്ങും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങളാണ്. ഞങ്ങളങ്ങനെ പറശ്ശിനിക്കടവിലെത്തി മുത്തപ്പനെയൊക്കെ തൊഴുത് അവിടുന്ന് മുത്തപ്പൻ്റെ പ്രസാദവും കഴിച്ചിട്ട് ഇനി ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട വളപട്ടണം പുഴയിലാണ് ബോട്ടിങ് നടക്കുന്നത്. അപ്പോൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് പോകേണ്ടത്. നല്ല മനോഹരമായ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട് മടപ്പുരയുടെ മുമ്പിൽ നിന്ന് ബോട്ട് ജെട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിറയെ ബെഞ്ചസും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോവാം പുഴയുടെ സൈഡിൽ. അപ്പോൾ വൈകുന്നേരവും നല്ല രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പറശ്ശിനിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിലുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ബോട്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നോർമൽ ബോട്ടിങ്, അതായത് നമുക്ക് ഈ പുഴയിൽ കൂടെയുള്ള ബോട്ടിംഗ് ഉണ്ട്. അതുകൂടാണ്ട് മാട്ടൂൽ, അഴീക്കൽ, വളപട്ടണം ഈ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് നോർമൽ ബോട്ട് സർവീസസ് ഉണ്ട്. ഇപ്പോൾ ബസ് സർവീസസ് ഒക്കെ പോലെ നോർമൽ ബോട്ട് സർവീസ് ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടില്ലേ ഹൗസ് ബോട്ടുകൾ. അപ്പോൾ ഇതേപോലെ നിറയെ ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തു നിന്നും ബേക്കൽ നിന്നൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ട് ട്രിപ്പായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഹൗസ് ബോട്ടിൽ കയറണം എന്നുണ്ടെങ്കിൽ മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഹൗസ് ബോട്ടിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ വളപട്ടണം പുഴയിൽ കൂടി ഒരു റൗണ്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഹൗസ് ബോട്ട് സർവീസ് ഇവിടെ. അപ്പോൾ അല്ലാണ്ടാണെങ്കിൽ ഇപ്പോൾ നോർമൽ ബോട്ടുണ്ട്, പെഡൽ ബോട്ടല്ല നോർമൽ ബോട്ട്. അപ്പോൾ അതിന് പെർ പേഴ്സൺ 50 രൂപയാണ് വരുന്നത്. അല്ലാണ്ട് ഫാമിലി ബോട്ടുണ്ട്, അതാണെങ്കിൽ 500 രൂപയാണ്. അപ്പം ഞങ്ങൾ ആക്ച്വലി 5 പേരേ ഉള്ളൂ, ഹനി അടക്കം. ഞാനും മൂന്നും ഹനിയും പിന്നെ 2 അമ്മമാരും. അപ്പോൾ ഞങ്ങളതുകൊണ്ട് ഈ ബോട്ടാണ് ചൂസ് ചെയ്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പൈസയൊക്കെ അടച്ച് ബോട്ടിൽ കയറുകയാണ്. അപ്പോൾ എനിക്ക് ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ. എനിക്ക് വെള്ളം തൊടണം, അപ്പോൾ എവിടെ ഇരുന്നിട്ടാണ് കംഫർട്ടബിളായിട്ട് വെള്ളം തൊടാൻ പറ്റുമെന്നൊക്കെയാണ് ഹനി ചിന്തിക്കണേ. ഹനി ഒന്ന് ഇങ്ങോട്ട് നോക്കേ, നേരെ നോക്ക് ഹനി. കഥകളീനെ വെച്ച് ഫോട്ടോ എടുക്കണം. കഥകളി കണ്ട എണീച്ച് നിൽക്കുന്നുണ്ടാ? അവിടെ പോയി നിൽക്ക് ഹനി. അവിടെ ആ വെള്ളം തൊട ഇത്തിരി കഴിയുമ്പം അവിടെ ഇരിക്കുക കേട്ടാ. ഇപ്പം നമ്മൾ ഈ നേരെ കാണുന്നത് പറശ്ശിനിക്കടവ് പാലമാണ്. ആന്തൂർ നഗരസഭേനെയും പിന്നെ മയ്യിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ നല്ലതാണ്. അതുപോലെ തന്നെ ആ പാലത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴുള്ള വ്യൂ അതിനേക്കാളും മനോഹരമാണ്. പാലത്തിൽ നിന്ന് നമുക്ക് പറശ്ശിനിക്കടവ് മടപ്പുരയുടെ നല്ലൊരു വ്യൂ കിട്ടും. നല്ലൊരു കാഴ്ചയാണ് ആ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് നമ്മൾ ഈ പാലം കടന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് മാക്സിമം ഒരു ½ ആൻ അവറാണ് നമുക്ക് ഈ ബോട്ടിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. സ്പീഡ് പോണ? സ്പീഡ് പോകുമ്പോൾ ഇവർക്കെല്ലാം പേടിയോ? അത് കൺമഷി, അത് ബ്യൂട്ടി സ്പോട്ട് തൊട്ടതാണ്. അത്ര പവർ ഇല്ലു. വെള്ളം തൊട അവിടെ ഇരുന്നിട്ട് തൊടാപ്പാ, അതിനെന്താ? വെള്ളം നമുക്ക് അരയിലിറങ്ങിട്ട് തൊടാലോ. ആ നല്ല ചൂടുണ്ട്. കാറ്റില്ല. സാധാരണ പുഴയിൽ പോകുമ്പോൾ കുറച്ച് കാറ്റ് വരുന്നതാണ് അല്ലേ?
റെഡ് കളർ സാധനം അതെന്തോ വീടാ വീടിന്റെ. അത്ര ദൂരം പോകില്ല. ഇവിടെ അത് കാണാത്ത ഏറ്റവും ദൂരം പോവാ. എങ്ങനെയാ? അത് അമ്പലപ്പുഴ പോയിട്ട് നോക്ക് സൂക്ഷിച്ചേ. കൈകളിലായിട്ട് പിടിക്കണേ. മീനൊന്നും കാണൂല, അഴുക്ക് വെള്ളം കാണണ്ടേ എവിടെ? അത് ഐലൻഡൊന്നും അല്ല അതൊന്നും. ഐലൻഡ് ആവണമെങ്കിൽ 4 സൈഡിലും വെള്ളം വേണം ഹനി. അപ്പോൾ ഐലൻഡ് പറയാ. ആ അപ്പം ഐലൻഡ് അല്ല, അത് വേറെ എങ്ങോട്ടെങ്കിലും പോവാനായിരിക്കും. പെഡൽ ബോട്ട് ഡേഞ്ചറസ് ഒന്നുമല്ല. ഇങ്ങനെ ഉണ്ടാലും കൂടെ അത് പെഡൽ ബോട്ടല്ലപ്പാ, അത് ഇതേപോലത്തെ സ്പീഡ് ബോട്ട് തന്നെ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക് ഹനി, ഇവിടെ നോക്ക്. അതാ ഇവള് ചോദിച്ചത്, അതാ ഇവള് ചോദിച്ചത്. മതി കണ്ണ, മതി. അത് ആ ബോട്ട് കണ്ടോ നീ? അതിന്റെ മുമ്പിൽ എന്താ കണ്ടത്? എന്ത്? ആ കണ്ടല്ല, എന്താണത്? എന്താണത്? അവിടെ നോക്ക്. ഒറ്റ റൗണ്ടില്ലു പോകുന്നതല്ലേ? അതിന്റെ സൈഡിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ എന്നാലേ അത് വെള്ളത്തിൽ ബാലൻസ് ആവും. കണ്ടോ? നമ്മളതിൽ പോലും നമ്മൾ ചെറുതല്ലേ, അത് ഷിപ്പിന്റെ മാതിരി. അതിൽ കിച്ചണൊക്കെ ഉണ്ട് കണ്ടോ? കിച്ചണും ബെഡ്റൂമും. ആ ഹൗസ് ബോട്ടനത് വേറെ പറഞ്ഞത് അതേപോലെ അത് ഒരു ദിവസം വേണ്ട. അങ്ങനെ ഞങ്ങൾ വളപട്ടണം പുഴയിൽ കൂടി ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ബോട്ടിങ്ങിന് പോകുന്ന വഴിയിൽ നേരത്തെ ഉള്ള വാക്ക് വേ കാണിച്ചില്ലേ, അപ്പോൾ അവിടെ ഒരു അമ്മൂമ്മ ഇതേപോലെ തിരുപ്പട്ടം മുക്കുണ്ടായിരുന്നു. അപ്പോൾ ഹനിക്കത് വേണം പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് അവിടുന്ന് മടപ്പുരയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. അപ്പോഴത്തേക്കും സമയം ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ
പറശ്ശിനിയിൽ തോട്ടുപുരയിൽ തിരക്കായ കാരണം അവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് തളിപ്പറമ്പിൽ ബാംബു ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല ഭക്ഷണമായിരുന്നു. ഞാനൊരു ഫിഷ് കറി മീൽസും ഇവർ 4 പേരും ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.